ായി മാറും. തുല്യനീതി എന്ന് പറഞ്ഞ് മുറവിളി കൂട്ടുന്ന പലരും കോടതിയിലെത്തുമ്പോൾ സ്വന്തം നേട്ടങ്ങൾക്കായി നിൽക്കുന്നു. സ്ത്രീധനത്തിനെതിരാണെന്ന് പരസ്യമായി പറഞ്ഞ് ജീവിതത്തിലേക്ക് വരുന്ന പലരും ഡിവോഴ്സിലേക്ക് എത്തുമ്പോൾ പുരുഷന്റെ കയ്യിലുള്ള സ്വത്തിന് കണക്ക് പറയുന്നു. പുരുഷന്റെ പേരിലുള്ള വീടും സ്ഥലവും സ്ത്രീക്ക് അവകാശപ്പെടാവുന്നതാണ്. ഡിവോഴ്സിന് ശേഷം ഭർത്താവായിരുന്ന പുരുഷന്റെ സ്വത്തിന്റെ 50% ഭാര്യയായിരുന്ന സ്ത്രീക്ക്. മന്ത്ലി മെയിൻ്റനൻസ് ആയി പുരുഷന്റെ ശമ്പളത്തിന്റെ 25% വരെ. ഇതൊക്കെ എന്തുകൊണ്ടാണെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ട്? പലപ്പോഴും നിയമത്തിന്റെ മുന്നിൽ ഇരകളായി ചിത്രീകരിക്കപ്പെടുന്നത് സ്ത്രീകൾ മാത്രമാണ്. ഇതാണോ തുല്യനീതി? വിവാഹമോചനം നേടിയവരിൽ ആത്മഹത്യ ചെയ്യുന്നവരുടെ കണക്കെടുത്താൽ 45,000 സ്ത്രീകൾ ആത്മഹത്യ ചെയ്യുമ്പോൾ പുരുഷന്മാരുടേത് ഇരട്ടിയിലധികമാണ്. സ്വപ്നം കാണുന്ന ജീവിതം ജീവിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. പക്ഷെ അത് മറ്റൊരാളുടെ സ്വപ്നങ്ങളെ തകർത്തുകൊണ്ടാവരുത്. ആഗ്രഹങ്ങൾക്ക് വേണ്ടി പോരാടണം. പക്ഷെ ആ പോരാട്ടം എവിടെ തുടങ്ങണം എന്നുള്ളതാണ് പ്രശ്നം.